ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപസംപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൗലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ഭജഗോവിന്ദം തുടരുകയാണ്. 21-ാം ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമുക്ക് 13-ാം ശ്ലോകം മുതൽക്ക് 24-ാം ശ്ലോകം വരെ ഒന്നും കൂടെ ചൊല്ലാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതി സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ. കാതേ കാന്താ ധനഗദ ചിന്താ വാതുല കിം തവ നാസ്തി നിയന്താ ത്രിജഗതി സജ്ജന സംഗതിരേകാ ഭവതി ഭവാർണവതരണേ നൗകാ. ജടിലോ മുണ്ഡീലുഞ്ചിത കേശഃ കാഷായാംബര ബഹുകൃത വേഷഃ പശ്യന്നപി ച ന പശ്യതി മൂഢഃ ഉദരനിമിത്തം ബഹുകൃത വേഷഃ. അംഗം ഗളിതം പലിതം മുണ്ഡം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത്യാശാപിണ്ഡം. അഗ്രേ വഹ്നിഃ പൃഷ്ഠേ ഭാനുഃ രാത്രൗ ചുബുകസമർപ്പിതജാനുഃ കരതലഭിക്ഷസ്തരുതലവാസഃ തദപി ന മുഞ്ചത്യാശാപാശഃ. കുരുതേ ഗംഗാസാഗരഗമനം വ്രതപരിപാലനമഥവാദാനം ജ്ഞാനവിഹീനഃ സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. സുരമന്ദിരതരുമൂലനിവാസഃ ശയ്യാഭൂതലമജിനം വാസഃ സർവപരിഗ്രഹഭോഗത്യാഗഃ കസ്യ സുഖം ന കരോതി വിരാഗഃ. യോഗരതോ വാ ഭോഗരതോ വാ സംഗരതോ വാ സംഗവിഹീനഃ
യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ഭഗവദ്ഗീതാ കിഞ്ചിദതീതാ ഗംഗാജലലവകണികാ പീതാ സകൃതപിയേന മുരാരി സമർച്ചാ ക്രിയതേ തസ്യ യമേന ന ചർച്ചാ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. രത്യാ കർപ്പട വിരചിത കന്ദഃ പുണ്യാ പുണ്യവിവർജിത പന്ദഃ യോഗീ യോഗ നിയോജിത ചിത്തഃ രമതേ ബാലോന്മത്തവദേവ. കസ്ത്വം കോഹം കുത ആയാതഃ കാമേ ജനനി കോ മേ താതഃ ഇതി പരിഭാവയ സർവമസാരം വിശ്വം ത്യക്ത്വാ സ്വപ്നവിചാരം. ത്വയി മയി ചാന്യത്ര ഇഗോ വിഷ്ണുഃ വ്യർത്ഥം കുപ്യസി മയി അസഹിഷ്ണുഃ. സർവസ്മിന്നപി പശ്യാത്മാനം സർവത്രോത്സൃജ ഭേദാജ്ഞാനം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃഞ്യകരണേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, സുസ്വാഗതം. നാരായണ. നമ്മൾ ഇന്നലെ ഒരു ശ്ലോകം മുഴുവനായിട്ടും കണ്ടു, ഒരു ശ്ലോകം ഒന്ന് തുടങ്ങി വെച്ചു, പറഞ്ഞു വെച്ചു. യോഗരഥോവാ ഭോഗരഥോവാ സംഗരഥോവാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദതിയേവ. യോഗരഥനായിക്കോട്ടെ, ഭോഗരഥനായിക്കോട്ടെ, സംഗരഥനായിക്കോട്ടെ, അഥവാ ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടിലിരുന്നോട്ടെ, സംഘവിഹീനഃ ഏകാന്ത വാസം ചെയ്തോട്ടെ, അതൊന്നുമല്ല ഒരാളുടെ ജ്ഞാനത്തിൻ്റെ ലക്ഷണം, മുക്തിയുടെ ലക്ഷണം. ആരുടെ ചിത്തമാണോ ബ്രഹ്മത്തിൽ രമിക്കുന്നത് അയാളാണ് ശരിക്കും ആനന്ദിക്കുന്നത്, അയാളാണ് ആനന്ദിക്കുന്നത്. അപ്പോൾ മനസ്സ്, ചിത്തം ബ്രഹ്മത്തിൽ രമിക്കണം. ആ ബ്രഹ്മത്തിൽ രമിക്കുന്നവനെയാണ് ആത്മാരാമൻ, ബ്രഹ്മജ്ഞാനി, സ്ഥിതപ്രജ്ഞൻ, ജീവൻ മുക്തൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവൻ മാത്രമാണ് ശരിക്കും പൂർണ്ണമായിട്ട് ആനന്ദിക്കുന്നത്, സന്തോഷിക്കുന്നത്. അവനാണ് ധന്യൻ എന്ന് പറയണം. അപ്പൊ അതാണ് വേണ്ടത്. ബാക്കി എന്ത് ചെയ്യണം എന്നുള്ളത്, അയാളുടെ ചേഷ്ടകൾ, അയാളുടെ വ്യവഹാരങ്ങൾ, അതൊന്നുമല്ല പ്രധാനം. മനസ്സ് എവിടെ ഉറച്ചിരിക്കുന്നു, മനസ്സ് ഉറച്ചിരിക്കുന്നതാണ് യഥാർത്ഥ സന്യാസം. ഈശ്വരങ്കൽ, ആത്മാവിങ്കൽ മനസ്സുറച്ചിരിക്കുന്നതാണ് സന്യാസം. വേറെ ലോക വിഷയങ്ങളിലാണ് മനസ്സിരിക്കുന്നതെങ്കിൽ അവൻ ലൗകികനാണ്, ഭൗതികനാണ്. ഇരിക്കട്ടെ. പിന്നെ നമ്മൾ കണ്ടത് ഭഗവദ്ഗീത കിഞ്ചിദതീത ഗംഗാജലലവ കണികാ പീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ആ ശ്ലോകം ഇന്നലെ സാമാന്യം ഒന്ന് ഓടിച്ചു കണ്ടു. ഭഗവദ്ഗീത കിഞ്ചിത് അല്പമെങ്കിലും അതീത ചേത് അധ്യയനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗംഗാജല ലവകണികാ പീതാ ചേത്
ഗംഗാജലത്തിന്റെ ലവകണിക ചെറിയൊരു തുള്ളിയെങ്കിലും അവൻ പാനം ചെയ്തിട്ടുണ്ടെങ്കിൽ സകൃതബി ഏന മുരാരി സമർച്ചാ ക്രിയതേ. സകൃതബി ഒരിക്കലെങ്കിലും മുരാരിയുടെ സമർച്ച, മുരാരിയുടെ സമ്യക്കായ അർച്ച പൂജ ഏന ക്രിയതേ ഏതൊരുവനാൽ ചെയ്യപ്പെടുന്നുവോ തസ്യ യമേന ചർച്ചാന ക്രിയതേ അവനെക്കുറിച്ച് യമനും ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ 3 സാധനകളെ കുറിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാധനകൾ അനുഷ്ഠിക്കുന്ന ആളുകളെ യമൻ ചിന്തിക്കുന്നില്ല, യമൻ അയാളെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ അതിൻ്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇന്നവരുടെ പേര് യമന്റെ ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ഭഗവാൻ ഇടപെട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതാണ് അജാമിളോപാഖ്യാനത്തിന്റെ ദൃഷ്ടാന്തത്തിലൂടെ നമ്മൾ പറഞ്ഞത്. അപ്പോ ഇവിടെ പറഞ്ഞു വന്നത് ഈ ഭഗവത്ഗീതയുടെ അധ്യയനം അല്ലെങ്കിൽ ഗംഗാജലത്തിന്റെ പാനം, വിഷ്ണു പൂജ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ആധ്യാത്മികമായിട്ടുള്ള സാധനാക്രമങ്ങളാണ്, വളരെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള സാധനകളാണിത്. ഇതിലേക്ക് നമ്മൾ മനസ്സിരുത്തി കഴിഞ്ഞാൽ, ഇതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കും. ഭഗവത്ഗീതയിലെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറയും, സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. സ്വൽപ്പമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. കർമ്മയോഗം അനുഷ്ഠിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനഞ്ജയ അസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്യത്തെ എന്നൊക്കെയുള്ള ഉപദേശങ്ങളുടെ കൂടെയാണ് ഈ പറയുന്നത്. അപ്പൊ യോഗസ്ഥനായി കർമ്മങ്ങളെ ചെയ്യൂ. യോഗസ്ഥനായി ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്നാണ്. യോഗം എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മയോഗമാണ്. എന്താണ് കർമ്മയോഗം? മനസ്സ് ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ധർമ്മങ്ങളെ ഈശ്വര പൂജയാക്കി മാറ്റുക, അതാണ് കർമ്മയോഗം. അപ്പൊ അങ്ങനെ ആര് ചെയ്യുന്നുവോ തൻ്റെ കർമ്മങ്ങളെ ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ആര് ചെയ്യുന്നു അത് അല്പമെങ്കിലും ചെയ്യുന്നവൻ എന്നാണ്. അപ്പൊ കർമ്മയോഗത്തിന്റെ അല്പമെങ്കിലും ചെയ്യുന്നവൻ കർമ്മയോഗത്തിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പ്രവേശിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും സ്വൽപ്പമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്, അവനെ മഹാഭയത്തിൽ നിന്ന് അത് രക്ഷിക്കുന്നു എന്നാണ്. എന്താണ് മഹാഭയം? മൃത്യുഭയമാണ് ഏറ്റവും വലിയ ഭയം. അതിന് യമേന ചർച്ചാക്രിയതേ എന്ന് പറഞ്ഞില്ലേ, ആ യമൻ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് വലിയ ഭയം. നമ്മുടെ പേര് യമന്റെ ലിസ്റ്റിലുണ്ടോ? യമൻ എപ്പോഴാ വന്ന് നമ്മളെ കൂട്ടിയിട്ട് പോകാൻ വരണത്? ഇതാണ് ഏറ്റവും വലിയ ഭയം എല്ലാവർക്കും. അപ്പൊ എൻ്റെ റിട്ടേൺ ടിക്കറ്റ് എന്നാണാവോ കൺഫേം ആവുന്നത്, ഇതാണ് ഭയം. എന്നാൽ അവിടെ പറയണു ത്രായതേ മഹതോ ഭയാത്, അത് നിന്നെ മഹാഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നു, മൃത്യുഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നു എന്ന് അർജുനനെ പ്രേരിപ്പിക്കാൻ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, ഈ ഒരു ട്രാക്കിലേക്ക് ഒന്ന് വീണ് കിട്ടിയാൽ മതി. ഈ ട്രാക്ക് 1 വേ ട്രാക്കാണ്. ഫോർവേഡ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഈ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിൽ എത്തിയിട്ടേ പിന്നെ നിൽക്കുള്ളൂ. അതിൻ്റെ സ്പീഡ് വേരിയേഷൻ ഉണ്ടാവാം, ഓരോ ആളുകളുടെയും ഗതിവേഗം വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഈ ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഓരോരുത്തരുടെയും സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ഗതിയേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ സ്പീഡ്, ഗതി എന്ന് പറഞ്ഞാൽ വേഗത. ചില ആളുകൾക്ക് വഴിനീളെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ യാത്ര ചെയ്യാനാണ് ഇഷ്ടം. ചില ആളുകൾക്ക് പ്രധാന ജംഗ്ഷനുകളിലൊക്കെ നിന്നിട്ട് വേഗം എന്താ പറയുക
വഴിയിൽ സാധിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണാദികളോ വിശ്രമാദികളോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ലക്ഷ്യത്തിൽ പോകാൻ താല്പര്യം. ചില ആളുകൾക്ക് ലക്ഷ്യത്തിൽ എത്തിയിട്ടേ അടുത്ത പണിയുള്ളൂ എന്ന് തീവ്രമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അവർക്ക് വേറൊരു ചിന്തയും ഇല്ല, വഴിയിലുള്ള ഒരു കാഴ്ചകളും അവരെ പ്രലോഭിപ്പിക്കുന്നില്ല. അവർ നേരെ ലക്ഷ്യത്തിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ടാർഗറ്റ് ഉണ്ട് അവർക്ക്, ആ ഒരു ടാർഗറ്റിൽ എത്തിയേ അവര് നിൽക്കൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവത്തിനും വേഗതയ്ക്കും അനുസരിച്ചാണ് ഓരോരുത്തരും ഈ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത്, ഈ മോക്ഷം എന്ന ലക്ഷ്യത്തെ പ്രാപിക്കുന്നതും അങ്ങനെ തന്നെ. അപ്പോ ആരാദ്യം പുറപ്പെട്ടു, ആരെവിടുന്ന് പുറപ്പെട്ടു, അതൊന്നും പ്രശ്നമല്ല. എവിടുന്ന് പുറപ്പെട്ടാലും എത്ര മുമ്പേ പുറപ്പെട്ടാലും ആർക്കാണോ ഈ വിഷയത്തിൽ ഈ ലക്ഷ്യത്തിലെത്താനുള്ള തീവ്രതയുള്ളത് അവര് ചിലപ്പോൾ മറ്റുള്ളവരെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ട് ലക്ഷ്യത്തിലെത്തും. നമ്മുടെ ആമയും മുയലും കഥ പോലെ. ആരാണോ ജാഗ്രതയോടുകൂടി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കുന്നത്, അതാണ് മുഖ്യം. അപ്പൊ ഈ ട്രാക്കിലേക്ക് ഒന്ന് കയറിയാൽ മതി. ഈ ആധ്യാത്മികത എന്ന് പറയുന്ന ഈ പന്ഥാവിലേക്ക് ഒന്ന് പ്രവേശിച്ചാൽ തന്നെ അവൻ രക്ഷപ്പെട്ടു. അവന്റെ ജന്മാന്തര സുകൃതമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അവൻ അതിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അവന്റെ ഉള്ളില് ഒരു കാന്തം അവനെ ഈ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാന്തം ഇല്ലെങ്കിൽ, ആ ഒരു ശക്തി അവന്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ അവൻ ഈ മാർഗത്തിലേക്ക് തിരിയുകയില്ല. അപ്പൊ തീർച്ചയായിട്ടും ജന്മാന്തര സുകൃതമുള്ള ഒരാൾക്ക് ഈ മാർഗങ്ങളിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ. ആ സുകൃതമുള്ളവർക്ക് തീർച്ചയായിട്ടും അവരെ ആ സുകൃതം തന്നെ, അവരുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ആ മോക്ഷദാഹം, അത് അവരെ തള്ളിക്കൊണ്ടുപോയിക്കോളും. ഇത്തിരി വേഗം കുറയും ചിലർക്ക് വേഗം കൂടും, അത്രയേ ഉള്ളൂ. അപ്പൊ അതിനുള്ള പ്രധാനമായിട്ടുള്ള ഒരു 3 സാധനങ്ങളെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇനി വേറെ പലതും കൂട്ടാം. ഇതൊരു ലളിതമായിട്ട് ആചാര്യ ഭഗവത്പാദർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടൊരു 3 സാധനങ്ങളെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭഗവത്ഗീത കിഞ്ചിത് അതീത എന്ന് വെച്ചാൽ, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരുടെ തന്നെ അഭിപ്രായത്തില് നമ്മുടെ സർവശാസ്ത്രങ്ങളുടെയും സാരസംഗ്രഹഭൂതമാണ് ഗീത. വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും മറ്റ് പുരാണ ഇതിഹാസങ്ങളുടെയും സ്മൃതികളുടെയും എല്ലാറ്റിൻ്റെയും സാരമാണ് സർവശാസ്ത്രങ്ങളുടെയും. അതുപോലെ സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം മുതലായിട്ടുള്ള ശാസ്ത്രങ്ങളുടെയൊക്കെ നന്മകളെയൊക്കെ ഉൾക്കൊണ്ടിട്ടുണ്ട്. എല്ലാറ്റിൽ നിന്നും വേണ്ട നന്മകളൊക്കെ എടുത്തുകൊണ്ട് അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ആ ജ്ഞാനം നല്ല ക്ലാരിറ്റിയോടുകൂടെ ഏറ്റവും ബ്രീഫായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഭഗവത്ഗീത. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ ഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത് എന്ന് ഗീതാ ധ്യാനത്തിന്റെ കൂട്ടത്തിലൊരു ശ്ലോകമുണ്ട്. അപ്പൊ സർവ ഉപനിഷത്തുക്കളാകുന്ന പശുക്കളിൽ നിന്ന് ഗോപാലനന്ദനൻ, സാക്ഷാൽ നന്ദനന്ദനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ പാർത്ഥസാരഥിയായി അർജുനൻ എന്ന പശുക്കുട്ടിയെ മുൻനിർത്തിക്കൊണ്ട് സജ്ജനങ്ങൾക്കായിക്കൊണ്ട് കറന്നെടുത്ത, ബുദ്ധിമാന്മാരായ വിവേകികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കറന്നെടുത്തതായിട്ടുള്ള അമൃതമാണ് ഈ ഗീത. ദുഗ്ധം ഗീതാമൃതം മഹത്. ദുഗ്ധം എന്നാൽ ക്ഷീരം. അപ്പൊ ഈ പാലിൽ നിന്ന്, ഈ പശുവിൽ നിന്ന് കറന്നെടുത്തതായിട്ടുള്ള അമൃത സമാനമായിട്ടുള്ള പാലാണ് ഭഗവത്ഗീത. അപ്പൊ സർവ ഉപനിഷത്തുക്കളുടെയും സാരസംഭവമാണ്, വെണ്ണയാണ്. ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ പാലായിട്ട് കരുതുകയാണെങ്കിൽ ആ പാലാഴി കടഞ്ഞ് എടുത്ത അമൃതമാണ്, അല്ലെങ്കിൽ ആ പാലിനെ തൈരാക്കി അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത വെണ്ണയാണ്, അതിൻ്റെ നെയ്യാണ് ഭഗവത്ഗീത. അപ്പൊ ഭഗവത്ഗീതയെ വിധിയാമണ്ണം അതിൻ്റെ അർത്ഥബോധത്തോടെ അല്പമെങ്കിലും ഭഗവത്ഗീതയിലെ ഒരു അധ്യായം പഠിച്ചാൽ മതി. വാസ്തവത്തിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം, 9-ാം അധ്യായം,
13-ാം അധ്യായം, 15-ാം അധ്യായം, ഇതൊക്കെ വളരെ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള ആത്മജ്ഞാനം നമുക്ക് പ്രദാനം ചെയ്യുന്ന അധ്യായങ്ങളാണ്. അതുപോലെ തന്നെ 2-ാം അധ്യായവും 18-ാം അധ്യായവും ഭഗവത്ഗീതയുടെ സംഗ്രഹങ്ങളാണ് രണ്ടും. 2-ാം അധ്യായത്തിൽ എന്താണോ ഭഗവാൻ ആമുഖമായി ഭഗവത്ഗീതയെ പരിചയപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശയങ്ങളും അതിൽ നിറച്ചുകൊണ്ട് അവതരിപ്പിച്ചത്, അതിനെ തന്നെയാണ് 18-ാം അധ്യായത്തിലും കൺക്ലൂഡ് ചെയ്യണം. ആദ്യം പറഞ്ഞതിനെ തന്നെ അവസാനവും പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. അപ്പൊ ഈ 2-ലും 18-ലും പറഞ്ഞതിനെ തന്നെ വിസ്തരിച്ചതാണ് ഇടയിലുള്ള അധ്യായങ്ങളൊക്കെ. ഓരോരോ വിഷയങ്ങളെ എടുത്ത് എലാബറേറ്റ് ചെയ്യുന്നു ഓരോരോ അധ്യായങ്ങളിൽ. അപ്പോ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം വേണ്ട രീതിയിൽ പഠിച്ചാൽ തന്നെ മതി, അല്ലെങ്കിൽ 18-ാം അധ്യായം മുഴുവനായിട്ട് നന്നായിട്ട് മനസ്സിരുത്തി പഠിച്ചാൽ മതി. അതല്ലെങ്കിൽ 15-ാം അധ്യായം പുരുഷോത്തമ യോഗം എന്നുള്ള അതിഗംഭീരമായിട്ടുള്ള അധ്യായമാണ്. അതല്ലെങ്കിൽ ക്ഷേത്രജ്ഞ വിഭാഗ യോഗം എന്ന 13-ാം അധ്യായം മുഴുവൻ ബ്രഹ്മവിദ്യയാണ്. 9-ാം അധ്യായവും 7-ാം അധ്യായവും സമാന രീതിയിൽ ഈശ്വരതത്വവും ഭക്തിതത്വവും ജ്ഞാനവും എന്താണെന്ന് വ്യക്തമാക്കി തരുന്നതായിട്ടുള്ള അധ്യായങ്ങളാണ്. അപ്പൊ ഈ 7, 9, 13, 15 ഭഗവത്ഗീതയിലെ ഏറ്റവും ചെറിയ അധ്യായങ്ങൾ, വലിയ വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള അധ്യായങ്ങൾ. അതല്ലെങ്കിൽ 2-ഉം 18-ഉം അധ്യായങ്ങൾ. ഇത് രണ്ടും സമാനമായിട്ടുള്ള അധ്യായങ്ങളാണ്. 2-ഉം 18-ഉം 2-ൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് 18-ലും പറഞ്ഞിട്ടുള്ളത്. 2-ന്റെ ആവർത്തനമാണ് 18 എന്ന് പറയാം. വാക്കുകൾ വ്യത്യാസമുണ്ട്, ക്രമങ്ങൾ വ്യത്യാസമുണ്ട് എന്നുള്ളൂ, ആശയം സമാനമാണ്. അപ്പോ ആ ഭഗവത്ഗീത, അതിന്റെ സാരം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. ഈ ഭഗവത്ഗീത ഇത്രയും വിപുലമായിട്ട് ഭഗവാൻ യുദ്ധരംഗത്ത് വെച്ച് അർജുനനോട് പറഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാകാം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളോട്, അല്ലേ? കൗരവ പാണ്ഡവ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. വാസ്തവത്തില് പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഋഷികേശം ഇതം വാക്യം ഉവാച എന്നാണ് അർജുനൻ കൃഷ്ണനോട് ആജ്ഞാപിക്കുന്ന. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. 2 സൈന്യത്തിന്റെയും മധ്യത്തിലേക്ക് എന്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തൂ. എന്തിന്? യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഈ യുദ്ധസമുദ്യമത്തിൽ എനിക്ക് ആരോടുകൂടെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് നല്ലോണം നോക്കിക്കാണാൻ, ആരൊക്കെയാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി, ആ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രന് പ്രിയം ചെയ്യുവാൻ വന്നിരിക്കുന്ന ദുഷ്ടന്മാർ ആരൊക്കെയാണെന്ന് ഞാൻ കാണട്ടെ. ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയ ചികീർഷവഃ എന്നൊക്കെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ള അവരെ കാണാൻ എൻ്റെ രഥത്തെ 2 സൈന്യത്തിന്റെയും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തൂ എന്ന് പറയുമ്പോൾ ആ ശംഖം, ഭേരി മുതലായതൊക്കെ മുഴക്കിക്കഴിഞ്ഞ് ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാനായി കൊണ്ട് തുടങ്ങുന്നു. പ്രവൃത്തേ ശസ്ത്രസമ്പാദേ എന്നാണ്. ആ സന്ദർഭത്തിൽ വില്ലുയർത്തിപ്പിടിച്ചിട്ടാണ് അർജുനൻ നിൽക്കുന്നത്, അദ്ദേഹം ആജ്ഞാപിക്കുന്നത്. അപ്പോഴാണ് ഈ ഉപദേശം. അപ്പൊ ഇത്രയും ആ സമയത്ത്, ഇങ്ങനെ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു ഭഗവത്ഗീത 700 ശ്ലോകമാണ് അതിൽ മൊത്തം. അതിൽ 585 ശ്ലോകങ്ങളാണ് ഭഗവാന്റെ ശ്ലോകങ്ങൾ. 80ഓളം ശ്ലോകങ്ങൾ അർജുനന്റെയാണ്. അർജുനന്റെ വിഷാദവും ചോദ്യങ്ങളും ചേർത്ത് 80ഓളം ശ്ലോകങ്ങളാണ്. 585ഓളം ശ്ലോകങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ബാക്കിയുള്ളത് സഞ്ജയന്റെയും 1 ശ്ലോകം ധൃതരാഷ്ട്രന്റെയും. ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്രന്റെയാണ്, അല്ലെ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ എന്ന് ആരംഭിക്കുന്ന 1 ശ്ലോകം. ധൃതരാഷ്ട്രയുടെ ഒരു ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഭൃത്യനായ സഞ്ജയൻ വ്യാസനിൽ നിന്ന് ലഭിച്ച ദിവ്യ ദൃഷ്ടി കൊണ്ട് യുദ്ധരംഗത്ത് താൻ കാണുന്നതും, അല്ലെങ്കിൽ തനിക്ക് പ്രത്യേകമായി അറിയാൻ കഴിയുള്ള ഈ ദിവ്യദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് പോലും അറിയാൻ കഴിയും.
പ്രത്യക്ഷമായിട്ടുള്ളത് മാത്രമല്ല പരോക്ഷമായതും കാണാനുള്ള കഴിവുണ്ടാർക്ക് സഞ്ജയന് വ്യാസാനുഗ്രഹം കൊണ്ട്. അപ്പൊ അങ്ങനെ താൻ കാണുന്നതായിട്ടുള്ള മഹാഭാരത യുദ്ധരംഗത്തിലുള്ള ആ കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ് സഞ്ജയൻ ധൃതരാഷ്ട്രോട്. അപ്പൊ ആ സഞ്ജയന്റെ വാക്കുകൾ ധാരാളമുണ്ട്. 40ഓളം ശ്ലോകങ്ങള് സഞ്ജയന്റെ വാക്കുകളാണ്, സഞ്ജയന്റെ ശ്ലോകങ്ങളാണ്. അപ്പൊ സഞ്ജയന്റെ ശ്ലോകങ്ങളെ മാറ്റാം, അർജുനന്റെ അതിനെ വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. എന്നാലും കൃഷ്ണന്റെ ശ്ലോകം മാത്രം എടുത്താൽ 585 ഉണ്ട്. ആ 585 ശ്ലോകങ്ങളും ഇത്ര വളരെ വേഗത്തിൽ ചൊല്ലിയാലും 1.5 മണിക്കൂറെങ്കിലും വേണം. അത്രയും നേരം ഭഗവാൻ അർജുനനും ആ യുദ്ധരംഗത്ത് അസ്ത്രങ്ങൾ അങ്ങോട്ടും കൂടി ചീറിപ്പായുന്നതിന്റെ നടുവിൽ നിന്ന് ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലർ ശങ്കിക്കാം. വാസ്തവത്തില് തന്റെ വായനകത്ത് വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുള്ള ഭഗവാന്, യശോദാമ്മയ്ക്ക് ലോകം മുഴുവൻ തന്റെ വായിക്കകത്ത് കാണിച്ചു കൊടുത്തിട്ടുള്ള ഭഗവാന് എന്താണ് അസാധ്യമായിട്ടുള്ളത്? ഇനി നമ്മൾ തന്നെ നോക്കുക. നമ്മള് സ്വപ്നത്തിൽ ഒരു ജന്മത്തിന്റെ അനുഭവം കാണാറുണ്ട്. എത്ര നേരമായിരിക്കും നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവുക? ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ യുഗങ്ങളുടെ സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അവിടെ കാലത്തിന്റെ ഗണന നമ്മുടെ പരിധിയിലാണോ, നമ്മുടെ കൺട്രോളിലാണോ? നമ്മൾ ഉറങ്ങാൻ കിടന്നത് 10 മണിക്ക്, എന്തൊക്കെയോ ചിന്തിച്ച് പതുക്കെ മയക്കത്തിലേക്ക് ഉറക്കത്തിലേക്ക് വീണത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. 10:20 വേർത്ത് കുളിച്ച് ചാടി ഞെട്ടി എണീക്കുകയാണ് നമ്മൾ. ഞെട്ടി എണീച്ചു ഒരു ഭയങ്കരമായിട്ടുള്ള സ്വപ്നം കണ്ടിട്ട്. ആ സ്വപ്നത്തിൽ നമ്മൾ ഒരുപാട് രംഗങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചു. ഒരുപാട് കഷ്ടപ്പാടുകളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവസാനം നമ്മുടെ ഏതോ ഒരു ഭയാനകമായിട്ടുള്ള നിമിഷത്തില് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് വേർത്ത് കുളിച്ച് ചാടി എഴുന്നേറ്റ് നോക്കി, ലൈറ്റ് ഇട്ടു, എവിടെയാണ് ഞാൻ എന്താണെന്നൊക്കെ നോക്കിക്കഴിഞ്ഞ അവസാനം സമയം അത്രയായി നോക്കുമ്പോൾ 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആവണേ ഉള്ളൂ. താൻ ഉറങ്ങിയത് ഏകദേശം 10-15 കഴിഞ്ഞതിന് ശേഷമാണ് തനിക്ക് ബോധം പോയിരിക്കുന്നത്. എന്തോ പാട്ട് കേട്ടോണ്ടാ കിടന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ മാധ്യമങ്ങൾ ഉണ്ടല്ലോ, പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. ഉറക്കം വരാൻ വേണ്ടി പ്രഭാഷണങ്ങൾ കേട്ടോണ്ട് ഇരിക്കും. അപ്പോൾ നല്ല രസമാണ്, യാതൊരു ഭയമില്ലാതെ ഉറങ്ങാൻ പറ്റും. സത്സംഗങ്ങളിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നതായിട്ടുള്ള റെക്കോർഡുകൾ ചെവിക്കടുത്ത് വെച്ച് തലയ്ക്കടുത്ത് വെച്ച് കേൾക്കുന്ന രീതിയിൽ വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക, തലോടൽ, ഒരു തഴുകി ഉറക്കൽ, ഒരു താരാട്ട് പോലെ സുഖമായി ഉറങ്ങുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ തന്നെ പലരോടും സജസ്റ്റ് ചെയ്യാറുണ്ട്, ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന പ്രഭാഷണം ഒന്നുകിൽ ഒരാളുടെ അല്ലെങ്കിൽ സ്വാമിയുടെ തന്നെ അത് കേട്ടോണ്ട് കിടന്നോളൂ, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്ന് പറയും. അങ്ങനെ അനുഭവമായിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. സ്വാമി സുഖമായിട്ട് ഉറങ്ങാറുണ്ട് ഇപ്പോൾ ഒന്നും, എന്താ വെച്ചാൽ ഈ പ്രഭാഷണവും വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ. അപ്പൊ ആ പ്രഭാഷണത്തിന്റെ എത്രയോ കേട്ട് കഴിഞ്ഞിട്ടാണ് ഉറക്കത്തിലേക്ക് വഴുതി വീണത്. അപ്പോഴാണ് സ്വപ്നം കണ്ടത്. അപ്പൊ ഞെട്ടി ഉണർന്നു നോക്കിയപ്പോൾ ആകെ കൂടി താൻ ഏതാനും സെക്കൻഡുകളെ ഈ സ്വപ്നത്തിൽ അനുഭവിച്ചിട്ടുള്ളൂ, സ്വപ്നാനുഭവം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ എത്ര ദീർഘമായിട്ടുള്ള അനുഭവമാണ് അവിടെ, എന്തെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. നമ്മൾ കണ്ട ഓരോ രംഗങ്ങളെ കുറിച്ചും നമുക്ക് വിസ്തരിക്കാൻ പറ്റും. കാരണം അത്രയും കണ്ടിട്ടുണ്ട് നമ്മൾ, അത്രയും അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതെങ്ങനെ സാധിച്ചു? അപ്പോ നമ്മുടെ കാലഗണന എന്നുള്ളതൊരു ഭ്രമമാണ്. നമ്മുടെ ഉറക്കത്തിലെയും സുഷുപ്തിയിലെയും ജാഗ്രതയിലെയും കാലങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളാണ്. ഇനി നമ്മൾ ജാഗ്രതയിൽ ഇരിക്കുമ്പോൾ തന്നെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ കാലം ഇതാന്ന് പറയുമ്പോഴേക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു നിമിഷം ഒരു യുഗം പോലെ നീണ്ടുപോകണം. ഇതൊക്കെ നമുക്ക് അനുഭവമല്ലേ. അപ്പൊ കാലം എന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഒരു കൺസെപ്റ്റാണ്, ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. ടൈം ആൻഡ് സ്പേസ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഐൻസ്റ്റീനും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ഭഗവാൻ
സാക്ഷാൽ ഭഗവാനാണ്. വായിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ഭഗവാന് അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കാനും അർജുനന് ഈ ഉപദേശങ്ങൾ മുഴുവൻ കൊടുക്കാനും അധിക സമയമൊന്നും വേണ്ട. അതിനെ ഈ ശ്ലോകരൂപത്തില് അവതരിപ്പിച്ചത് വ്യാസനാണ് എന്ന് മാത്രം. ഭഗവാൻ ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം. അത് കേട്ട വ്യാസൻ, ആ വ്യാസന്റെ കഴിവ് കൊണ്ട് തന്നെയാണ് സഞ്ജയനും അത് കേട്ടിരിക്കുന്നത്, വ്യാസന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പൊ വ്യാസൻ അതിനെ നമുക്ക് മഹാഭാരതത്തിലൂടെ വ്യാഖ്യാനിച്ചു തന്നു. അപ്പൊ അത് സംഭവ്യമല്ല എന്ന് പറയുന്നത് നമ്മുടെ ചിന്തിക്കാൻ കഴിവില്ലായ്മ കൊണ്ടാണ്, നമ്മുടെ പരിമിതമായ ചിന്ത കൊണ്ടാണ് നമ്മളത് സാധിക്കില്ല എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ഈ ആശയങ്ങളെ മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭഗവാന് സാധിക്കും, അർജുനനെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കും, ഈ ആശയങ്ങൾ മുഴുവൻ അതിൽ വരാനും സാധിക്കും. ഭഗവാന്റെ തന്നെ അവതാരമായിരിക്കുന്ന അംശമായിരിക്കുന്ന വ്യാസന് അത് അതുപോലെ എഴുതി വെക്കാനും യാതൊരു പ്രയാസവും ഇല്ല. അതുകൊണ്ട് ശങ്ക വേണ്ട, ഇത് യുദ്ധരംഗത്ത് പറഞ്ഞതാണോ, ഇങ്ങനെയൊക്കെ പറയാൻ ആ സമയത്ത് പറ്റുമോ എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന് സാധിക്കും. ഭഗവാന്റെ ലീലകളൊക്കെ തന്നെ, കൃഷ്ണ ലീലകളൊക്കെ തന്നെ അത്ഭുത ലീലകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഈ സ്വപ്ന ദൃഷ്ടാന്തത്തെ നമ്മളൊന്ന് നല്ലോണം ചിന്തിച്ചാൽ നമുക്ക് ബോധ്യം വരും സമയം എന്നുള്ളത്. ഇനി ഭഗവാന് ജയദ്രഥനെ വധിക്കാൻ സൂര്യ അസ്തമയം പോലും കൃത്രിമമായിട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലേ? അങ്ങനെയുള്ള ഭഗവാന് ആ കാലത്തെ തന്നെ സ്തംഭിപ്പിക്കാനും എല്ലാവരെയും ഒരു നിമിഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്ക് എല്ലാം മറന്ന് നിശ്ചേഷ്ടരായി നിൽക്കാനും ഉള്ളതായിട്ടുള്ള ശക്തിയൊക്കെ ഉള്ള ആളാണ്. ഭഗവാന്റെ ഉപദേശം കഴിഞ്ഞിട്ടേ എല്ലാവർക്കും വാച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അതുവരേക്ക് വാച്ച് കുറച്ച് നേരത്തേക്ക് ക്ലോക്ക്, സൂര്യൻ എല്ലാം സ്റ്റക്കായി നിൽക്കാം, എല്ലാം സ്തംഭിച്ച് നിൽക്കാം. അതിനൊക്കെയുള്ള കഴിവുള്ള ആളാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ശങ്ക വേണ്ട. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ്? ഇതിലുള്ള മാധുര്യം നുകരുക എന്നുള്ളതാണ്. ഈ വിഷയം എന്താണെന്ന് അറിയുക, അതിന്റെ സാരം ഉൾക്കൊള്ളുക. അപ്പോ സർവശാസ്ത്രങ്ങളുടെയും സാരമായിട്ടുള്ള, സർവ ഉപനിഷത്തുക്കളുടെയും സാരമായിട്ടുള്ള ഭഗവത്ഗീത എന്ന ഒരു ഗ്രന്ഥം മതി ഹിന്ദുക്കൾ മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. അത് മുഴുവൻ പഠിച്ചില്ലെങ്കിലും അതിലെ 2-ാം അധ്യായമെങ്കിലും അർത്ഥസഹിതം വിശദമായി പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 18-ാം അധ്യായമെങ്കിലും വിശദമായി പഠിച്ചാൽ മതി. 18-ാം അധ്യായത്തിലെ ഒരു ശ്ലോകം മതി ഭഗവത്ഗീതയുടെ സാരമായിട്ട്. ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങളുണ്ട് അതിൽ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവ പാപേഭ്യഃ മോക്ഷയിഷ്യാമി മാ ശുചഃ എന്ന ഒരു ശ്ലോകത്തെ ശരിക്കും വ്യാഖ്യാനിച്ചാൽ ആ ശ്ലോകം ഉൾക്കൊള്ളണമെങ്കിൽ തന്നെ സർവജ്ഞാനവും നമ്മൾ ഉൾക്കൊള്ളണം. അതുപോലെ എന്താണ് ഗീതയുടെ സാരമായിട്ടുള്ള ശ്ലോകം എന്ന് പറഞ്ഞാൽ 18-ാം അധ്യായത്തിലെ 46-ാം ശ്ലോകം, യതഃ പ്രവൃത്തിർഭൂതാനാം ഏന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ എന്ന ഒരു ശ്ലോകം മതി ഗീത മുഴുവൻ വ്യാഖ്യാനിക്കാൻ. ഗീതയുടെ സാരമായിട്ടുള്ള ശ്ലോകമാണ് 18-46. ഒന്ന് മര്യാദയ്ക്ക് മനസ്സിരുത്തി പഠിച്ചാൽ ഗീത മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോ അങ്ങനെയുള്ള ഭഗവത്ഗീത കിഞ്ചിത് അതീത, അല്പമെങ്കിലും അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് ഗ്രഹിക്കാൻ കഴിയും. അവന് മരണഭയമില്ലാതെയാവും. അതാണ് അവിടെ യമേന ന ചർച്ചാ ക്രിയതേ എന്ന് പറയുന്നത്. എന്റെ സ്വരൂപം അമൃതസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്, നിത്യസ്വരൂപമാണ്. അല്ലേ? ന ജായതേ നോ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാവാന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഈ ഒരു ശ്ലോകം മര്യാദയ്ക്ക് വിചാരം ചെയ്താൽ പോരെ. നാസതോ വിദ്യതേ ഭാവഃ ന ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ തു അനയോഃ തത്വദർശിഭിഃ. ഈ ഒരു ശ്ലോകം മര്യാദയ്ക്ക് ഗ്രഹിച്ചാൽ പോരെ. അപ്പൊ ഇങ്ങനെ ഭഗവത്ഗീതയിലെ ഏതെങ്കിലും ശ്ലോകങ്ങൾ മര്യാദയ്ക്ക് ഗുരുമുഖത്ത് നിന്ന് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ, അതിൻ്റെ പരമ താല്പര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ധാരാളം മതി. കിഞ്ചിത് അതീത.
ഭഗവത്ഗീത മുഴുവൻ ബൈഹാർട്ട് പഠിക്കണമെന്നേ ഇല്ല. അതിൻ്റെ ആ അർത്ഥഗംഭീരമായിരിക്കുന്ന ആ ആശയങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ഗംഗാജല ലവ കണികാപീത, ഗംഗാജലത്തിന്റെ ലവകണിക എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ശ്രദ്ധയോടുകൂടി ഗംഗയെ പാനം ചെയ്താൽ, ഭക്തിയോടുകൂടി ഗംഗാജലം പാനം ചെയ്താൽ എന്ന് ഒരർത്ഥം. അപ്പൊ അവിടെ ഏത് ശ്രദ്ധ വേണം? ഈ ഗംഗ എന്ന് പറഞ്ഞാൽ വെറും ഒരു ജലമല്ല. ഇത് എവിടുന്നാണ് ഉത്ഭവിച്ചത്? ഇത് ബ്രഹ്മദേവന്റെ കമണ്ഡലു ജലമായിരുന്നു. പിന്നീട് ഭഗവാൻ വാമനാവതാരം ചെയ്ത് മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ച് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ 14 ലോകങ്ങളും വ്യാപിച്ചു നിൽക്കുന്നതായിട്ടുള്ള ത്രിവിക്രമ ശരീരം കൊണ്ട് 14 ലോകങ്ങളെയും തന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഭഗവാന്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ മഹാബലി കണ്ടത്. ഭഗവാൻ വേറെ, ലോകം വേറെ ആയിട്ടല്ല. ഭഗവാൻ തന്റെ പാദങ്ങളെ കൊണ്ട് ലോകങ്ങളെ അളന്നെടുത്തു എന്ന് പറയുന്നത് ഇവിടെ ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാന്റെ ശരീരത്തിൽ മഹാബലി ഇതെല്ലാം ദർശിച്ചു, ഈ 14 ലോകങ്ങളെയും ദർശിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശരീര അവയവങ്ങളാണ് ഈ 14 ലോകങ്ങളും. ഭഗവാന്റെ ശരീരത്തിനകത്താണ് ഈ ലോകങ്ങളെല്ലാം. ആ ത്രിവിക്രമന്റെ ആ മൂർത്തി അങ്ങനെ വലുതായി നിൽക്കുമ്പോൾ, വിശ്വരൂപമായി നിൽക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ പാദം, അതിന്റെ പെരുവിരൽ സത്യലോകത്ത് ചെന്നപ്പോ ആ പെരുവിരൽ മാത്രം കഴുകാനേ തികഞ്ഞുള്ളൂ. അതുപോലും തികഞ്ഞില്ല കമണ്ഡലു ജലത്തിന്, ബ്രഹ്മാവിന്റെ കമണ്ഡലു ജലത്തിന്. അങ്ങനെ ബ്രഹ്മദേവന്റെ കമണ്ഡലു ജലത്തിൽ നിന്ന് ഉത്ഭവിച്ച് മഹാവിഷ്ണുവിന്റെ ത്രിവിക്രമന്റെ പാദം കഴുകി പിന്നീട് സ്വർഗഗംഗയായി തീർന്നതും അതുതന്നെ ഭഗീരഥന്റെ തപസ്സുകൊണ്ട്, പ്രയത്നം കൊണ്ട് തന്റെ പൂർവികരായ സകലർക്ക് മോക്ഷം കൊടുക്കുവാൻ വേണ്ടി ആ ഗംഗയെ പ്രസാദിപ്പിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ മഹാദേവൻ തന്റെ ജടയിൽ സ്വീകരിച്ച് ഒരു വലിയ ഡാം പോലെ അതിനെ തടഞ്ഞു നിർത്തി, പിന്നീട് അല്പാൽപമായിട്ട് അതിനെ കനാല് പോലെ തുറന്നുവിട്ട് ഭാരതഭൂമിയെ മുഴുവൻ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള, ഭാരതത്തെ, വടക്കേ ഇന്ത്യയെ മുഴുവൻ ഫലഭൂയിഷ്ടമാക്കുന്ന ആ അതിപവിത്രമായിട്ടുള്ള ഭാഗീരഥി, ആ ഗംഗ, ആ ഗംഗയുടെ സ്മരണ, ആ ഭക്തിപൂർവം. അപ്പം ത്രിമൂർത്തികളുടെയും അനുഗ്രഹമുണ്ട് അവിടെ. ബ്രഹ്മദേവന്റെ കമണ്ഡലു ജലം, വിഷ്ണു ഭഗവാന്റെ പാദം കഴുകിയ ജലം, മഹാദേവന്റെ ശിരസിൽ നിന്ന് ഒഴുകിയ ജലം. ഇതിലൊക്കെ പ്രധാനം ത്രിവിക്രമന്റെ പാദം എന്ന് ചിന്തിക്കുമ്പോൾ ത്രിവിക്രമൻ ആരാണ്? ഈശാവാസ്യം ഇതം സർവം എന്ന തത്വമാണ് ത്രിവിക്രമൻ. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വര തത്വം, ആ തത്വത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു ചിന്ത ഈ ഗംഗാജല ലവകണിക പാനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ആ ശ്രദ്ധയിൽ നിന്നുണ്ടാവും. അപ്പൊ തത്വജ്ഞാനത്തിലേക്ക് നയിക്കുന്നതാണ് ഗംഗാജല ലവകണികാപാനം. ആ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി ഗംഗയെ പാനം ചെയ്യുമ്പോൾ ഈ കഥയെല്ലാം നമ്മുടെ ഉള്ളില് വരും. അപ്പൊ ഈശാവാസ്യമിതം സർവം എന്ന ഉപനിഷത്ത് മന്ത്രം പ്രകാശിക്കും. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാൽ വ്യാപിച്ചു നിൽക്കുന്നു. അപ്പൊ ഞാൻ അതിലൊരു ചെറിയ അവയവം മാത്രമാണ്, ഒരു അംഗം മാത്രമാണ്. എനിക്ക് ആ ഈശ്വര ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ട് വേറിട്ട് നിലനിൽപ്പില്ല. സമുദ്രത്തിൽ നിന്ന് വേറെയല്ല തരംഗം. സമുദ്രത്തിൽ നിന്ന് വേറിട്ട് തരംഗത്തിന് നിൽക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വരൂപനായ ഭഗവാനിൽ നിന്ന് വേറിട്ട് എനിക്കൊരു അസ്തിത്വമില്ല, ഞാനില്ല. അങ്ങനെ ഞാൻ ഇല്ലാതാവുകയും ഭഗവാൻ മാത്രമാണ് എല്ലാം എന്ന് അറിയുകയും ചെയ്യുന്ന അറിവിലേക്ക് നയിക്കുന്നതാണ് ഈ ഗംഗാജല ലവകണികാപാനം. ഇനി മറ്റൊരർത്ഥത്തിൽ ഗംഗാജലം, ഗംഗാ നദി, ആ പെരിനിയൽ ഫ്ലോ, ഹിമാലയത്തിൽ ഒഴുകുന്ന ഗംഗാ നദി അനന്തകാലമായി ഒഴുകുന്നതായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയുടെ ജ്ഞാനഗംഗയാണത്. ആ ജ്ഞാനഗംഗയിൽ നിന്ന് അല്പം പാനം ചെയ്താൽ, ഹിമാലയം അറിവിന്റെ സ്രോതസ്സാണ്, ജ്ഞാനഭണ്ഡാരമാണ് ഹിമാലയം. ആ ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന പർവ്വത പുത്രിയാണ് ഗംഗയും. ഗംഗയും പാർവതി തന്നെയാണ്. ആ ഗംഗ എന്ന് പറയുന്നത് ജ്ഞാനപ്രവാഹമാണ്.
എറ്റേണലായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന, ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഗുരുശിഷ്യ പരമ്പരയുടെ, ജ്ഞാന പരമ്പരയുടെ പ്രതീകമാണ് ഭാഗീരഥി അല്ലെങ്കിൽ ഗംഗ. അപ്പൊ അതിൽ നിന്നൊരു തുള്ളി കുടിക്കുക എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനം അല്പമെങ്കിലും സേവിക്കുക, ആ ഉപനിഷത്തുക്കൾ, വേദങ്ങൾ, അവയുടെ താല്പര്യം ലേശമെങ്കിലും സേവിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഗംഗാജലലവ കണികാപീത, അവൻ മരണത്തെ അതിക്രമിക്കുന്നു, അവന് മരണഭയമില്ലാതെയാവുന്നു. കാരണം ദേഹത്തിനാണ് മരണം, ആത്മാവിന് മരണമില്ല എന്ന തത്വം അറിയാൻ അവൻ ശക്തനായി തീരുന്നു, അവൻ സമർത്ഥനാവുന്നു, യാതൊരു സംശയവുമില്ല. സകൃതഭിയേന മുരാരി സമർച്ഛാക്രിയതേ. സകൃത ഒരിക്കലെങ്കിലും ഏതൊരുവനാൽ മുരാരി സമർച്ഛാക്രിയതേ. മുരാരി ഭഗവാൻ കൃഷ്ണന്റെ, വിഷ്ണുവിന്റെ ഒക്കെ പര്യായമാണ്. മുരാന്തകൻ, മുരരിപു, മുരാരി, മുരബിത്ത്, ഇങ്ങനെ മുരനോട് ബന്ധപ്പെട്ട് മുരനെ നിഗ്രഹിച്ചവൻ എന്ന പേരിൽ ഭഗവാന് പര്യായ ശബ്ദങ്ങൾ. ആരാണ് ഈ മുരൻ? ആ മുരനെ ഭഗവാൻ എങ്ങനെയാണ് വധിക്കുന്നത്? ആ കഥകളൊക്കെ ഈ മുരാരി ഭക്തന്മാർക്ക് അറിയാൻ വഴിയുണ്ട്. അവരല്പമെങ്കിലും ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോ ദേവേന്ദ്രന്റെ അമ്മയായ അതിഥി ദേവിയുടെ കുണ്ടലങ്ങളും വരുണന്റെ വെൺകൊറ്റ കുടയും മറ്റ് പല വിശിഷ്ട വസ്തുക്കളും അപഹരിച്ചുകൊണ്ട് പോയ നരകാസുരൻ എന്ന അസുരനെ ശോണിതപുരം എന്ന പുരത്തിൽ വസിക്കുന്ന ആ നരകാസുരനെ നിഗ്രഹിക്കാനായിക്കൊണ്ട് ഇതെല്ലാം വീണ്ടെടുത്ത് ഇന്ദ്രന് കൊടുക്കാൻ ഇന്ദ്രന്റെ പ്രാർത്ഥനയെ മാനിച്ച് ഭഗവാൻ സത്യഭാമ സമേതനായി ഗരുഡ വാഹനനായി ഈ ശോണിതപുരത്തേക്ക് വരുന്നതും അവിടെ നരകാസുരന്റെ കാവൽക്കാരനാണ്, അല്ലെങ്കിൽ നരകാസുരന്റെ സേനാനായകനും മന്ത്രിയും സുഹൃത്തും എല്ലാമാണ് നരകാസുരന്റെ രക്ഷകനായിരിക്കുന്ന മുരാസുരൻ. ആ മുരാസുരൻ നരകാസുരന്റെ കോട്ടയ്ക്ക് ചുറ്റും 5 കിടങ്ങുകളുണ്ട്. ആ 5 കിടങ്ങുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സർപ്പാകൃതിയിൽ 5 തലയുള്ള ഒരു സർപ്പമായിട്ടാണ് കിടന്നിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാവിഷ്ണു ഗരുഡനുമായിട്ട് പറന്ന് ഈ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവൻ ഉയർന്ന് കിടങ്ങിൽ നിന്ന് പൊങ്ങി വന്ന് ഭഗവാനെ തടഞ്ഞ് ഭഗവാനോട് യുദ്ധം ചെയ്തു. ആ ഘോരമായിട്ടുള്ള യുദ്ധത്തില് ഭഗവാൻ അവസാനം തന്റെ ചക്രായുധം കൊണ്ട് ഈ മുരാസുരന്റെ 5 ശിരസ്സുകളും ഛേദിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നരകാസുരൻ, മുരാസുരൻ എന്നൊക്കെ പറയുമ്പോൾ തത്വങ്ങളും ഉണ്ട് അവരിലൂടെ. ഇവിടെ ശോണിതപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരവും ഒരു ശോണിതപുരമാണ്. ശോണിതം എന്നാൽ രക്തം എന്നർത്ഥമുണ്ട്. അപ്പൊ രക്തം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പുരം തന്നെയാണ് ശോണിതപുരം. ഇതിൽ 5 കോട്ടകളും 5 കിടങ്ങുകളും ഉണ്ട്. 5 കോട്ടകൾ എന്ന് പറഞ്ഞാല് പഞ്ചഭൂതങ്ങൾ തന്നെയാണ് 5 കോട്ടകൾ. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇങ്ങനെ 5 കോട്ടകളെ കൊണ്ടാണ് ഈ ശരീരം രക്ഷിക്കപ്പെടുന്നത്. അതിൽ 5 കിടങ്ങുകൾ എന്ന് പറഞ്ഞാൽ 5 പ്രാണന്മാരാണ്. ആ 5 പ്രാണനിലും വ്യാപിച്ചു നിൽക്കുന്ന 5 തലയുള്ള സർപ്പമാണ് മുരൻ എന്ന് പറഞ്ഞാല് മനസ്സാണ് മുരൻ. അപ്പൊ നരകൻ ആരാണ്? നരകൻ ഈ ശരീരത്തിലുള്ള അഭിമാനമായിരിക്കുന്ന അഹങ്കാരമാണ്. അഹങ്കാരമായ നരകനെ വധിക്കണമെങ്കിൽ ഈ മനസ്സ് എന്ന ശക്തിയെ കീഴ്പ്പെടുത്തണം. പ്രാണനെ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന, ഇന്ദ്രിയങ്ങളുടെയൊക്കെ നേതാവായിരിക്കുന്ന 5 മുഖമുള്ള സർപ്പമാണ് മനസ്സ് എന്ന ഈ മുരൻ. ആ മനസ്സിനെ ജയിച്ചവനാണ് മുരാരി. ആ മനസ്സിനെ ജയിച്ചാൽ മാത്രമേ അഹങ്കാരത്തെ ജയിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു തത്വം കൂടി ഈ കഥയിലൂടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് നടന്ന കഥയുമാണ്. ഈ സംഭവം ചരിത്രമാണ്, നടന്ന കഥയാണ്. അതിലൂടെ ഭഗവാന്റെ എല്ലാ ലീലകളിലും ലോകത്തിന് പഠിപ്പിക്കുവാനുള്ള തത്വങ്ങളും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതില്
നോക്കുമ്പോൾ ആ മുരനെ വധിച്ചവൻ ഭഗവാൻ മുരാരി എന്ന് പറയുമ്പോൾ ആ മനസ്സിനെ ജയിച്ചവൻ, പ്രാണനെ ജയിച്ചവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, അതിനൊക്കെ അതീതനായിരിക്കുന്നവൻ, നരകനെ വധിച്ചവൻ, അഹങ്കാരത്തെ ജയിച്ചവൻ, ആത്മസ്വരൂപൻ ആണ് മുരാരി. ആ മുരാരിയിലേക്ക് മനസ്സെത്തണം മുരാരിയെ പൂജിക്കുമ്പോൾ. അപ്പൊ മുരാരിയെ ഒരിക്കലെങ്കിലും ശ്രദ്ധാപൂർവം പൂജിച്ചിട്ടുണ്ടെങ്കിൽ ആ മുരാരിയുടെ തത്വം അറിയാൻ കഴിയും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആത്മതത്വമാണ് ഈ മുരാരി. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാനെ ഭക്തിപൂർവം ആരാണോ അർച്ചിക്കുന്നത്, സ്വൽപ്പമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത് എന്നുള്ള ന്യായേന ഈ ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചവർ ഒരു എസ്കലേറ്ററിൽ കയറി കഴിഞ്ഞു. ആ എസ്കലേറ്ററിന്റെ സ്വിച്ച് പുറത്താണ്, നമ്മുടെ കയ്യിലല്ല. നമ്മൾ മുകളിലെത്തിയിട്ടേ നിൽക്കുള്ളൂ, ഭഗവാന്റെ അടുത്ത് എത്തിയിട്ടേ നിൽക്കുള്ളൂ. യമന് അവിടേക്ക് പ്രവേശനമില്ല. ക്രിയതേ തസ്യ യമേന ചർച്ച. ഭഗവദ്ഗീത കിഞ്ചിദീത ഗംഗാജലലവ കണികാ പീത സകൃതഭിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ചർച്ച. ഇനിയും നിങ്ങൾക്ക് വിചാരം ചെയ്യാം, ഭഗവത്ഗീത പഠിക്കാം, അത് തന്നെയാണ് വിചാരം. ഗംഗാജലം ഭക്തിപൂർവം പാനം ചെയ്യാം, സ്നാനം ചെയ്യാം, ദർശിക്കാം, എല്ലാം ചെയ്യാം. അപ്പോഴൊക്കെ ഈ ഭക്തി ഉണ്ടാവണം. ഭക്തി ഇല്ലാതെ അതൊന്നും ചെയ്തിട്ട് കാര്യവുമില്ല. ഗംഗാജലത്തില് ഇഷ്ടംപോലെ മുതലകളും മത്സ്യങ്ങളും പാമ്പുകളും മറ്റു ജലജന്തുക്കളും ഒക്കെ വസിക്കുന്നുണ്ട്. അവർക്കൊന്നും ഗംഗയുടെ മഹത്വം അറിയാത്തത് കൊണ്ട് മുക്തി കിട്ടിക്കൊള്ളണമെന്ന് ഇല്ല. നമുക്കറിയില്ലേ, നമുക്ക് കാണാൻ നിവൃത്തിയില്ല. നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അവർക്കൊന്നും കിട്ടാൻ വഴിയില്ല എന്ന്. അപ്പൊ ഭക്തി വേണം, ഗംഗയില് ശ്രദ്ധ വേണം. ശ്രദ്ധാപൂർവം ഗംഗയെ സേവിച്ചാലാണ് മുക്തി കിട്ടുക. തീർച്ചയാണ്. അടുത്ത ശ്ലോകം നോക്കാം. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അപ്പൊ ഇവിടെ സംസാരത്തെ കുറിച്ച് പറയുകയാണ്. പുനരപി ജനനം. പുനരപി എന്ന് പറഞ്ഞാൽ വീണ്ടും പിന്നെയും ജനനം, വീണ്ടും വീണ്ടും ജനനം, പുനഃ പുനഃ ജനനം, ആവർത്തിച്ച് ആവർത്തിച്ച് ജനിച്ചുകൊണ്ടേയിരിക്കുന്നു. പുനരപി മരണം, വീണ്ടും വീണ്ടും മരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക, ഇതാണ് ഒരു ജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ഒരു ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു, ആ ശരീരം വിട്ട് വേറൊരു ശരീരത്തിലേക്ക് പോകുന്നു. ഇങ്ങനെ പുനഃ പുനഃ ജായതേ മ്രിയതേ. അങ്ങനെ നമ്മൾ പുരങ്ങളെ ജനിപ്പിക്കുന്ന പുരഞ്ജനന്മാരായി നമ്മുടെ യാത്ര അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ലക്ഷ്യത്തിലും എത്തുന്നില്ല. കാരണം നമുക്ക് ലക്ഷ്യമില്ല. ലക്ഷ്യമില്ലാത്തത് കൊണ്ട് തന്നെ എവിടെ എത്താത്തത്. ലക്ഷ്യമില്ലാത്ത ഒരാൾ വെറും വാണ്ടററാണ്. ലക്ഷ്യമുള്ള ഒരാള് സീക്കറാണ്. വെറും എന്താ പറയുക, ലക്ഷ്യമില്ലാതെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം ഈ ലോകത്തുള്ള ആളുകളൊക്കെ. എവിടേക്കാ പോകേണ്ടതെന്ന് അവർക്ക് അറിയില്ല. എന്താണ് ലക്ഷ്യം, ജീവിത ലക്ഷ്യമെന്ന് അറിയില്ല. ലോകത്തിലുള്ള ഏത് പദാർത്ഥങ്ങളുടെയും പ്രയോജനം ചോദിച്ചാൽ അതൊക്കെ നമ്മൾ നന്നായിട്ട് പറഞ്ഞു തരും. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ ഇതൊരു താക്കോലാണ്. എന്തിനുള്ളതാണ് ഇത്? കാർ താക്കോലാണ്. കാറ് തുറക്കാനും കാറിനെ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണിത്. ഓ, നന്നായിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതൊരു വാച്ചാണ്. എന്തിനാണ്? സമയം നോക്കാനുള്ളതാണ്. ഓ, പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും
ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പേർട്സ് ആണ്. എത്ര വേണമെങ്കിൽ വ്യാഖ്യാനങ്ങൾ പറയും. ശരി, നിങ്ങളുടെ ജന്മം എന്തിനാണ്? നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജന്മം എന്തിനാണ് ചോദിച്ചാൽ അത് വായും പൊളിച്ചിരിക്കും. അത് മാത്രം അറിയില്ല. അപ്പൊ അവനവനെ അറിയില്ല അവനവന്റെ ജന്മം എന്തിനാണ്, എവിടേക്കാണ് പോകേണ്ടത്, എന്താണ് നേടേണ്ടത്, നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, കുട്ടികളോട് ചോദിച്ചാൽ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം, എന്നിട്ടോ ആയിക്കഴിഞ്ഞിട്ട് കുറെ കാശുണ്ടാക്കണം, കാശുണ്ടാക്കിയിട്ട് കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ചിട്ട് പിന്നെ മക്കളെ ജനിപ്പിക്കണം, എന്നിട്ട് ആ മക്കളും അത് തന്നെ പറയണം. മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ഇനി മക്കൾക്ക് മക്കൾ ഉണ്ടാവണം, ആ മക്കളുടെ പിറന്നാളുകൾ ആഘോഷിക്കണം, അവരുടെ കല്യാണങ്ങൾ ആഘോഷിക്കണം, പിന്നെയും മക്കൾ ഉണ്ടാവണം. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അല്ലാതെ തങ്ങൾക്ക് ലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും എത്തണോ, എന്തെങ്കിലും പ്രാപിക്കണോ എന്ന് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കം. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. വീണ്ടും പുനരപി ജനനീ ജഡരേ, അമ്മയുടെ ഗർഭപാത്രത്തിൽ, ജഡരം എന്നാൽ വയറ്, ഉദരം എന്ന് അർത്ഥം. അമ്മയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ വീണ്ടും ശയനം. 10 മാസം വീണ്ടും ഗർഭപാത്രത്തിൽ വന്ന് കിടക്കാനുള്ള അവസ്ഥയുണ്ടാവുന്നു. ഇതിൽ പരം നരകം വേറെ ഉണ്ടോ? ഈ ഗർഭപാത്രം എന്ന നരകത്തിന്റെ പേരാണ് കുംഭീപാകം. കുംഭത്തിലിട്ട് വേവിക്കുന്നത് പോലെ എന്നാണ്. കുംഭം എന്നാൽ കുടം, കലശം എന്നൊക്കെ അർത്ഥം. ഒരു കുടത്തിനകത്തിട്ടിട്ട് അതിനെ നല്ലോണം ഭദ്രമായി അടച്ചിട്ട് അതിന്റെ അകത്ത് അടിയിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ പുട്ടുകുറ്റി നമ്മൾ വേവിക്കുന്നത് പോലെ അതിനകത്ത് നമ്മൾ വേവുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ പറഞ്ഞ 10 മാസം കിടന്ന് ഈ ഒരു നരകയാതനകൾ അനുഭവിക്കുകയാണ്. പക്ഷെ അത് പുറത്തേക്ക് വരുന്നതോടുകൂടി മായ മറന്നു. അതിനകത്തിരിക്കുമ്പോൾ ഓർമ്മയുണ്ട്, ബോധമുണ്ട്. അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കും ഈശ്വരനോട്, എനിക്ക് മേലാൽ ഇതുപോലൊരു ഗർഭവാസം വേണ്ട, ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാനെ ഭജിച്ച് ഇനിയൊരു ഗർഭവാസമില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തി ചെയ്തോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. ഭാഗവതത്തില് കപിലോപദേശത്തില് ഭഗവാൻ കപില മഹർഷി അമ്മയ്ക്ക് കൊടുക്കുന്ന കപിലോപദേശത്തിൽ വൃത്തിയായിട്ട് ഒരു ഗർഭസ്ഥ ശിശുവിന്റെ ഓരോ മാസത്തിലും ആഴ്ചയിലും ഉള്ളതായിട്ടുള്ള അവസ്ഥകളെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ 7-ാം മാസമാകുമ്പോഴേക്കും എല്ലാ അവയവങ്ങളും വന്നു ബോധവും ഉദിച്ചതായിട്ടുള്ള ഈ ജന്തു, ഈ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഈ ജന്തു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഗംഭീരമായിട്ടൊരു അധ്യായം മുഴുവൻ ഉണ്ട്, ജന്തുരുവാച എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഈശ്വര സ്തുതി ചെയ്തുകൊണ്ട് പറയണു, ഇനി മേലിൽ ഞാൻ ഇത്രയും ജന്മങ്ങൾ അനുഭവിച്ച അതേ കഷ്ടതകൾ അനുഭവിക്കാൻ ഇനിയും ജന്മങ്ങൾ എടുക്കാൻ ഇടവരാതിരിക്കാൻ, ഇനിയും ഒരു ഗർഭപാത്രത്തിൽ ശയിക്കാതിരിക്കാൻ ആവുന്നത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പുറത്തിറങ്ങുന്നതോടുകൂടി ഈ ബാഹ്യ വെളിച്ചവും വായുവും നമ്മളിലേക്ക് പതിക്കുന്നതോടുകൂടി ആ ബോധം നഷ്ടപ്പെട്ടു. നമ്മൾ വേറൊരു ലോകത്തിലേക്കാണ്. നമ്മൾ എങ്ങനെയാണോ സുഷുപ്തിയിലേക്കും സ്വപ്നത്തിലേക്കും പോകുമ്പോൾ നമ്മുടെ ജാഗ്രത ബോധം നഷ്ടപ്പെടുന്നത്, അതുപോലെ മറ്റൊരു ലോകത്തിലേക്ക്, ഒരു ട്രാൻസ് ലോകത്തിലേക്ക്, അതീതമായ ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മറന്നു. പിന്നെ ഇവിടെ കിടന്ന് ഭ്രമിക്കുകയാണ്. വീണ്ടും പഴയത് തന്നെ തുടരുകയാണ്, പഴയ സംസ്കാരത്തിനനുസരിച്ച്, വാസനകൾക്കനുസരിച്ച്. അതാണ് പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം. അതിൽ നിന്ന് മുക്തിക്കായിക്കൊണ്ട് പ്രയത്നിക്കുന്നില്ല. അങ്ങനെയുള്ള ഇവിടെ കവി ആചാര്യ ഭഗവത്പാദർ പ്രാർത്ഥിക്കുന്നു, ഇഹ ബഹുദുസ്താരേ സംസാരേ. ഇങ്ങനെ തരണം ചെയ്യാൻ പരപ്പേറിയതാണ് ബഹുദുസ്താരം. ദുസ്താരം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യുവാൻ ദുഃഖമുള്ളത്, മറുകര കാണാൻ കഴിയാത്തതായിട്ടുള്ള ഈ സംസാരമാകുന്ന കടലിൽ അകപ്പെട്ട് ഉഴലുന്നതായിട്ടുള്ള എന്നെ, ഹേ മുരാരേ. വീണ്ടും കഴിഞ്ഞ ശ്ലോകത്തിൽ മുരാരി സമർച്ച പറഞ്ഞു, ഇവിടെയും മുരാരേ എന്ന് പറഞ്ഞു. ഈ മനസ്സിനെ വേണ്ട രീതിയിൽ പാകപ്പെടുത്തി എടുക്കേണ്ട മുരാരിയാണ് ഭഗവാൻ വാസുദേവൻ. ഭഗവാനെ അങ്ങേ അനുഗ്രഹിച്ച് എൻ്റെ ഈ മനസ്സിന്റെ ഈ ഭ്രമത്തെ അവസാനിപ്പിച്ചു തരണേ. മുരാരേ കൃപയാ പാരേ പാഹി.
അങ്ങയുടെ കരുണ കൊണ്ട് എന്നെ മറുകരയിലേക്ക് രക്ഷിച്ചാലും, പാരം എന്ന് പറഞ്ഞാൽ മറുകര, പാരേ, എന്നെ മറുകരയിലേക്ക് രക്ഷിച്ചാലും. അപാരേ എന്നും വേണമെന്ന് പറയാം. അപാരേ എന്നുള്ളത് മുമ്പ് പറഞ്ഞ ദുസ്താരേ സംസാരേ എന്നുള്ളതിലേക്ക് ചേർക്കണം. അപാരേ സംസാരേ ഭ്രമന്തം ഇതിൽ കിടന്ന് മുങ്ങിപ്പൊങ്ങുന്നതായിട്ടുള്ള എന്നെ കൃപയാ പാഹി, അങ്ങയുടെ കൃപ കൊണ്ട് പാലിച്ചാലും എന്ന്. അപാരേ നടക്കുമ്പോ സംസാരത്തിനോട് ചേർക്കാം. പാരേ നടക്കുകയാണെങ്കിൽ, വേർതിരിച്ചെടുക്കുകയാണെങ്കിൽ മറുകരയിലേക്ക് എന്നെ രക്ഷിച്ചാലും, പാരേ പാഹി, മറുകരയിലേക്ക് എന്നെ കടത്തിയാലും, ഈ സംസാര സാഗരത്തെ തരണം ചെയ്യിച്ചാലും, അതിനായിക്കൊണ്ട് അനുഗ്രഹിച്ചാലും എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. കൃപയാ പാഹി. പാഹി എന്ന് പറഞ്ഞാൽ ത്വം പാഹി, പാലനം കുരു എന്നർത്ഥം. പാ എന്നുള്ള ധാതു, പാതി എന്ന് വേറൊരാള്, രാമഹ പാതി, രാമൻ രക്ഷിക്കുന്നു. ത്വം പാഹി, അങ്ങ് പാലിച്ചാലും. അഹം പാസി, അല്ല അഹം പാമി, ഞാൻ പാലിക്കുന്നു എന്ന് പറയാൻ അഹം പാമി, ഞാൻ രക്ഷിക്കുന്നു. ഇവിടെ ഞാനല്ല രക്ഷിക്കുന്നത്, ത്വം പാഹി, അങ്ങ് രക്ഷിച്ചാലും എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ ജനന മരണമാകുന്ന ആവർത്തന സംസാരത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ഈ ചക്രത്തിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ആചാര്യൻ. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. ഇവിടെ കഠോപനിഷത്തില് യമൻ നചികേതസിനോട് പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ഞാൻ കരുതും. പക്ഷേ അവരുണ്ടോ രക്ഷപ്പെടുന്നു? എല്ലാവരും ഓരോ പ്രാവശ്യം മരിച്ച് എൻ്റെ അടുത്ത് വരുമ്പോഴും ഞാൻ അവരോട് സിമ്പതൈസ് ചെയ്യാറുണ്ട്. അടുത്ത ജന്മമെങ്കിലും ഒരു മര്യാദയ്ക്ക് ജനിച്ച് നല്ല രീതിയിൽ ആത്മജ്ഞാനം നേടി ഇനിയൊരു എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഇവരെ ശ്രമിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ പിന്നെയും ഇവരെനിക്ക് പണി തന്നുകൊണ്ടേയിരിക്കണമെന്ന. പുനഃ പുനഃ വശമാകച്ചതേമേ, ഇവർ വീണ്ടും വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കണു. എങ്ങനെയാണോ മഴക്കാലത്ത് സസ്യങ്ങൾ, ചെറിയ ചെറിയ ചെടികൾ ഉണ്ടാകുന്നത്, കളകളൊക്കെ പൊങ്ങി വരുന്നത്, തകരകളൊക്കെ ഉണ്ടായി വരുന്നത്, മഴ പോയാൽ ഇതെല്ലാം വീണ്ടും നശിക്കുന്നു, വീണ്ടും മഴ പെയ്താൽ ഇതെല്ലാം ഉത്ഭവിക്കുന്നു, വീണ്ടും മഴ പോയാൽ ഉണങ്ങുന്നു. ഇങ്ങനെ എങ്ങനെയാണോ സസ്യങ്ങൾ ഉണ്ടാവുകയും ഉണങ്ങുകയും ചെയ്യുന്നത്, അതുപോലെ ഈ ജന്തുക്കൾ, ഈ മനുഷ്യരെന്നതായിട്ടുള്ള ജന്തുക്കൾ വീണ്ടും വീണ്ടും വന്നും പോയിക്കൊണ്ടിരിക്കണു. ഇവര് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്തേക്ക് വരണു, പിന്നെയും ഭൂമിയിലേക്ക് പോണു, പിന്നെയും എൻ്റെ അടുത്തേക്ക് വരണു, പിന്നെയും ഭൂമിയിലേക്ക് പോണു. ഇവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്തയും കാണുന്നില്ല. ഞാൻ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചാൽ അവർ പോണില്ല. പുനഃ പുനഃ വശമാകച്ചതേമേ, they are coming back to me again and again, what can I do എന്നൊരു പരിഹാസമുണ്ട് മനുഷ്യരെ നോക്കി. മൂഢജനങ്ങൾ ഈ ഭൗതികങ്ങളായിട്ടുള്ള നശ്വരങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ ഭ്രമിച്ച് ദേഹമാണ് താനെന്ന് അഭിമാനിച്ച് ഈ ദേഹത്തെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഈ നശ്വര വിഷയങ്ങളെ നിത്യമായി കരുതി അതിൽ രമിച്ചുകൊണ്ട് ആയുസ് പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ മരിച്ചു പോകുമ്പോൾ വീണ്ടും ആ വാസനയോടുകൂടി പോകുന്നത് കൊണ്ട് തിരിച്ചു വരാനുള്ള കൊതി അവനിൽ വർദ്ധിച്ചിരിക്കുന്നു. വീണ്ടും അവൻ അടുത്ത ശരീരവുമായി തിരിച്ചു വരുന്നു. നമുക്ക് തന്നെ അറിഞ്ഞുകൂടി, നമ്മൾ ഓരോ ദിവസവും ഇന്ന് ചെയ്തത് തന്നെ നാളെ വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലില്ലേ? ഇന്നെന്ത് ചെയ്തു അത് വീണ്ടും നാളെ അതേ നേരമാകുമ്പോൾ വേണമെന്ന് തോന്നുന്നു. ഇതുതന്നെയാണ് ജന്മങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെയും പുറകിലുള്ള വാസന. അപ്പൊ ഇങ്ങനെ രക്ഷപ്പെടാൻ താല്പര്യമേ ഇല്ല പലർക്കും. എന്നാൽ വിവേകികളായിട്ടുള്ള ആളുകള് ഇങ്ങനെ ഇതിനെയൊക്കെ കണ്ടിട്ട് ഈ സംസാരത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കി ഈ ചക്രത്തിൽ നിന്ന് പുറത്തു കടത്താൻ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നു. കാലചക്രമാണ് ഭഗവാന്റെ കയ്യിലെ സുദർശന ചക്രം. ഭഗവാനെ, അങ്ങയുടെ ആ സുദർശനത്തിന്റെ ആക്രമണത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് എന്നെ രക്ഷിച്ചാലും. കൃപയാ ഭാരേ പാഹി മുരാരേ എന്ന് പ്രാർത്ഥിച്ച് തുടരുകയാണ്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ.
നമുക്ക് നാളെ തുടരാം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനാശംസകൾ. നാളെ 8:30 മണിക്ക് ലക്ഷ്മി നൃസിംഹ പഞ്ചരത്നം, 10:30 ഭജഗോവിന്ദ.